തുടരുമെന്ന് LDF, തരംഗമെന്ന് UDF, സർപ്രൈസ് എന്ന് NDA. ഇനി മെയ് 4 വരെയുള്ള കാത്തിരിപ്പ്. മുന്നണികളുടെ ചങ്കെടുപ്പേറ്റി കനത്ത പോളിംഗ് 80% കടന്നേക്കും. വിധിയറിയാൻ 25 നാൾ. 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. കനത്ത പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. 2021 കൂടിയ പോളിംഗ് ശതമാനമാണ് ഇത്തവണയുള്ളത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ചിറ്റൂർ മണ്ഡലത്തിലാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട മണ്ഡലത്തിലാണ്. കോഴിക്കോടും പാലക്കാടും പോളിംഗ് 80% കടന്നു. 883 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കാൻ 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരുന്നത്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാർ തുടരുമെന്നാണ് LDF വ്യക്തമാക്കുന്നത്. എന്നാൽ UDF തരംഗമായിരിക്കും ഫലം പുറത്തുവരുമ്പോൾ കാണാൻ സാധിക്കുകയെന്നാണ് UDF പറയുന്നത്. കേരളത്തിൽ ഒരു സർപ്രൈസ് ഉണ്ടാകുമെന്നാണ് NDA വ്യക്തമാക്കുന്നത്. പൊള്ളുന്ന ചൂടിനെ വകവെക്കാതെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് കണ്ടത്. 23 ദിവസം നീണ്ട വാശിയേറിയ പരസ്യ പ്രചാരണങ്ങൾക്കും നിശബ്ദ പ്രചാരണത്തിനും ശേഷമാണ് സംസ്ഥാനം ജനവിധി രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിൽ വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയ ശേഷം മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞത് 100 സീറ്റുകളിൽ UDF വിജയിക്കുമെന്നാണ്. LDFന്റെ ഭരണ തുടർച്ച ഒരിക്കലും അനുവദിക്കില്ലെന്നും UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ 100% ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. VD സതീശനും 100-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഉയർന്ന വോട്ടിംഗ് ശതമാനം LDFന് അനുകൂലമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. തൂക്കുമന്ത്രിസഭയായിരിക്കും വരികയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. കേരളത്തിൽ സർപ്രൈസ് ഉണ്ടാകുമെന്നാണ് നടനും MPയുമായ സുരേഷ് ഗോപി പ്രതികരിച്ചത്. രാത്രി 7 മണി കഴിഞ്ഞും പലയിടത്തും പോളിംഗ് ബൂത്തിന് മുന്നിൽ നീണ്ട നിരയാണ് കണ്ടത്. ഇനി 25 നാൾ മുന്നണികൾക്ക് കൂട്ടലും കിഴിക്കലിന്റെ ദിനങ്ങളാണ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ആര് സംസ്ഥാനം ഭരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇനി ജനങ്ങൾ. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാത്രി 7 വരെയുള്ള കണക്കനുസരിച്ച് 77.69% പോളിംഗ്. സംസ്ഥാനത്ത് പലയിടത്തും പോളിംഗ് അവസാനിക്കാത്തതിനാൽ നിരക്ക് ഉയരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ വ്യക്തമാക്കുന്നത്. 80% കടക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. മെയ് 4-നാണ് വോട്ടെണ്ണൽ. 2021 76%-ഓളമായിരുന്നു പോളിംഗ്. SIRന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 24.08 ലക്ഷം വോട്ടർമാരെയാണ് ഒഴിവാക്കിയത്. ഇവരിൽ 16.69 ലക്ഷം പേർ ഹിയറിംഗിന് ശേഷം വീണ്ടും പട്ടികയുടെ ഭാഗമായി. വോട്ടർ പട്ടിക പരിഷ്കരണവും പുതിയ വോട്ടർമാർ ചേർന്നതും ഉൾപ്പെടെ നിലവിലുള്ളത് 2,71,42,982 വോട്ടർമാരാണ്. 2021 2,75,368 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. SIRന് ശേഷം ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ 3.6 ലക്ഷത്തോളം കുറവ് വന്നിട്ടും പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായത് അനുകൂലമാണെന്ന വിലയിരുത്തലാണ് 3 മുന്നണികളും. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കിയ ശേഷം 1960-ൽ നടന്ന തിരഞ്ഞെടുപ്പിലായിരുന്നു സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് 75.72%. അന്ന് 108 സീറ്റിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി 29 സീറ്റും 80 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 63 സീറ്റും നേടി. 87-ലും വോട്ടിംഗ് 80% കടന്നു. ആകെ 80.54%. ഈ തെരഞ്ഞെടുപ്പിൽ LDF 78, UDF 60 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. വോട്ടിംഗ് ശതമാനത്തിന്റെ ഉയർച്ച താഴ്ചകൾ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമാണെന്ന് ഉറപ്പിച്ചു പറയാനാകില്ലെന്ന് ശരിവയ്ക്കുന്നതാണ് പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ.